അടുത്തൊരു മുംബൈയിൽ സ്റ്റാലിനെ തല്ലിയ റീത്തയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, റീത്തയാണെങ്കിൽ സ്വത്തിനു വേണ്ടി അലീനയെ പുറത്താക്കാൻ പറയുകയാണ് എന്ന് കാണാം. അതായത് അവകാശികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ സ്വത്ത് കിട്ടുന്നത് കുറഞ്ഞു പോകുമെന്നുള്ള ഭയമാണ് റീത്തയുടെ മനസ്സിലുള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട് റീത്തയുടെ അടുത്ത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും എൻ്റെ മകളെ പുറത്താക്കില്ല എന്ന്. അതായത് ഫോണിലൂടെയാണ് റീത്ത ആദ്യ ഭീഷണി മുഴക്കുന്നത് എന്ന് കാണാം. സ്റ്റാൻലി, നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് ചെയ്യുന്നതാണ് നല്ലത്. നിൻ്റെ അപ്പച്ചൻ നിന്നോട് പറഞ്ഞു കാണുമല്ലോ അല്ലേ, ഞാൻ നിനക്കെതിരെ ഊങ്ങി വയ്ക്കുന്ന അസ്ത്രങ്ങളെന്ന്. നീ അത് താങ്ങില്ല എന്ന് പറയുന്നു. നീ മുട്ടുകുത്തേണ്ടി വരുമെന്ന് പറയുന്നു. ഇതേ സമയം എൻ്റെ റീത്താമ്മ, ബോർഡറിലെ ഇതിലും വലിയ പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിട്ടുള്ളവനാണ് ഈ സ്റ്റാൻലി ജോസഫ്. അതുകൊണ്ട് തന്നെ പേടിപ്പിക്കാനൊന്നും ഇവിടേക്ക് നിൽക്കണ്ട, പേടിയൊന്നും എനിക്ക് ആകില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എൻ്റെ മുൻപിൽ അത് വില പോകില്ല എന്ന് സ്റ്റാലിൻ പറയുന്നു. സ്വത്ത് എൻ്റെ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ നിങ്ങളൊന്നുമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. കാരണം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്താണ് എന്ന് സ്റ്റാൻലി പറയുന്നു. അതിൽ നിന്നല്ലേ നിങ്ങൾക്കും ഞാൻ മാസം നല്ലൊരു എമൗണ്ട് തള്ളിത്തരുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സ്റ്റാൻലി, വാക്കുകൾ മര്യാദയ്ക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ ആരോടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം എൻ്റെ ജീവിതം മുച്ചോടെ മുടിച്ച സ്ത്രീയല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്ത പറയുന്നുണ്ട്, നീയേ ഇങ്ങനെ പറഞ്ഞാലൊന്നും പഠിക്കില്ലടാ, നിനക്കുള്ള ശിക്ഷ അധികം വൈകാതെ തന്നെ ഞാൻ തന്നിരിക്കുമെന്ന് പറയുമ്പോൾ, നിങ്ങൾ വായോ, നിങ്ങൾക്കായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ആനെ കൊണ്ടുവന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. എൻ്റെ കയ്യിൽ നിന്നും ഒരു ചില്ലി കാശ് പോലും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാനായിട്ട് കഴിയില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം തന്നെ റീത്തയാണെങ്കിൽ ഈ സ്റ്റാൻലി പറഞ്ഞ കാര്യങ്ങളൊക്കെ തൻ്റെ സഹോദരങ്ങളോട് വ്യക്തമാക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അവരാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാലിൻ്റെ അഹങ്കാരത്തിന് നല്ല രീതിയിൽ തന്നെ ശിക്ഷ കൊടുക്കണം റീത്ത ചേച്ചി, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതൊക്കെ കൊടുക്കാടാ, ഞാൻ അവനുള്ള ഇല വെട്ടി വെച്ചിട്ടുണ്ടെന്നും അവൻ അതിലിനി വന്ന് കുടുങ്ങേണ്ട കാര്യമേയുള്ളൂ എന്നും റീത്ത പറഞ്ഞു വയ്ക്കുമ്പോൾ, എന്താ ചേച്ചി, എന്താ പ്ലാൻ എന്ന് പറയുന്നു. പ്ലാൻ ഒന്നുമില്ലടാ, അതായത് അവൻ്റെ കുടുംബത്തെ നാണം കെടുത്തുക സമൂഹത്തിൻ്റെ മുൻപിൽ. അപ്പോൾ അവരുടെ സഹോദരങ്ങൾ തന്നെ അവനെതിരെ തിരിഞ്ഞോളും. നമുക്കപ്പോൾ സുഖമായിട്ട് കുളം കലക്കി മീൻ പിടിക്കാമെന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്തയുടെ സഹോദരങ്ങൾ പറയുന്നുണ്ട്, ഓ റീത്ത ചേച്ചി, ഈ ഐഡിയ കൊള്ളാലോ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് പ്രയോഗിക്കേണ്ടത്. നേരിട്ടുള്ള യുദ്ധത്തിൽ നമുക്ക് അയാളെ തോൽപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുന്നു. പലതവണയും നമ്മളുടെ കാലിടറിയത് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ തന്ത്രപൂർവം നീങ്ങുന്നത് തന്നെയാണ് ബുദ്ധി, തന്ത്രപൂർവം അയാളുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നത് തന്നെയാണ് ബുദ്ധി എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ, റീത്ത ചേച്ചി ആളൊരു സംഭവമാണെന്ന് പറയുമ്പോൾ റീത്ത ഭൂമിയല്ല ആകാശത്തോളം പൊന്തി നിൽക്കാണ്. മതി, കാര്യം നടന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമാണ് നാളെ നമുക്ക് കാണാനായിട്ട് കഴിയുക കേട്ടോ. അതായത് സഹോദരങ്ങളാണെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ
നാണക്കേടും അപമാനവും കളിയാക്കലും സഹിച്ച് തല കുനിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാലിനെ വിളിച്ച് അവർ പറയുന്നുണ്ട്, ചേട്ടൻ എന്തൊക്കെ കാണിച്ചു വച്ചിരിക്കുന്നത്? കുടുംബത്തിന് നാണവും മാനമൊക്കെ ചേട്ടൻ കളയാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തുവെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് എന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. എൻ്റെ ചേട്ടൻ കാരണം ഞങ്ങൾക്കിവിടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ ആ പെണ്ണിനെ അവിടെ താമസിപ്പിച്ചതും മകളായി സ്വീകരിച്ചതും ചേട്ടൻ്റെ വഴിതെറ്റിയ സഞ്ചാരത്തിലുള്ള മകളാണെന്ന് പറഞ്ഞാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറയുന്നു. അത് എൻ്റെ മകൾ തന്നെയാണ്. അവളെ ഞാൻ മകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു. അതിൽ നിങ്ങളാരും അഭിമാനം നഷ്ടപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കൂട്ടോ. ഇതേ സമയം അപ്പോൾ എൽസമ്മ ചേച്ചിയെയും മക്കളെയും ചേട്ടൻ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, എൽസമ്മ അവൾ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? മക്കൾ എന്നെ നോക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്. അതുകൊണ്ട് തന്നെയല്ലേ അവർ എന്നെ തിരിഞ്ഞു നോക്കാത്തത് എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ, അതായത് അനുജന്മാർക്ക് ഉത്തരമില്ല എന്ന് കാണാം. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ ചെയ്തത് തെറ്റാണ്. ആ പെണ്ണിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്ന് പറയുമ്പോൾ സാധ്യമല്ല. അതിൻ്റെ പേരിൽ എന്ത് നാണക്കേട് വന്നാലും ഞാൻ സഹിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം റീത്ത ഒരു സന്ധി സംഭാഷണത്തിന് കടന്നു വരികയാണ്. കടന്നു വന്ന് സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സ്വത്തൊക്കെ തരികയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ, അതെ, സ്വത്തൊന്നും അങ്ങനെ തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സ്വത്തൊക്കെ എൻ്റെ മകൾക്കാണ് എന്ന് പറയുമ്പോൾ റീത്ത സ്റ്റാലിനെ തല്ലിയിട്ട്, എന്തു പറഞ്ഞടാ നാണം കെട്ടവനെ നീ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ സഹോദരിയെയും മക്കളെയും വഴിയിലേക്ക് വെറും കൈയോടെ വലിച്ച് തള്ളുന്നോടാ എന്ന് ചോദിച്ച് തല്ലുകയാണ് വീണ്ടും. ഇതേ സമയം അലീന ഓടി വന്ന് റീത്തയെ പിടിച്ച് തള്ളുകയും റീത്തയ്ക്ക് നേരെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയം റീത്ത ഞെട്ടിപ്പോകുന്നുണ്ട് അലീനയുടെ പെരുമാറ്റത്തിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.